ഹായ്. ഹോസ്പിറ്റലും ചെക്കപ്പും മെഡിസിനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ലൈഫിന്റെ ട്രാക്ക് മൊത്തം തെറ്റിക്കിടക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു റീസ്റ്റാർട്ടാണ്. എല്ലാം ഒന്നേം തുടങ്ങാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ ഒക്കെ ഒരു ശീലം വെച്ചിട്ടേ ഞാനിങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യാൻ നോക്കും. എന്നാലോ ഒന്നും നടക്കില്ല. ഈ ഒരു പ്രശ്നം പലർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. അതിനുള്ള ഏക സൊല്യൂഷൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കാര്യം നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക. എന്നെ പോലെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു റീസ്റ്റാർട്ടിന് വേണ്ടി കൊതിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകവും പേനയും എടുക്കുക. അതിൽ അന്നത്തെ ദിവസം തീരുന്നതിന് മുമ്പ് പിറ്റേ ദിവസം ചെയ്യേണ്ട 3 കാര്യങ്ങൾ, എന്തായാലും ചെയ്യേണ്ട 3 കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്ത് വെച്ച കുറെ നോട്ടുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. പക്ഷെ അതുപോലെ ആവരുത്. പിറ്റേ ദിവസം അത് കറക്റ്റ് ചെക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാകും. ഇത് ചെയ്യണം, അത് ചെയ്യണം, മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം. എന്നാലേ ഇതൊക്കെ മനസ്സിൽ മാത്രം ഇടാതെ പുറത്ത് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് കൂടി എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നാടല്ലേടോ എഴുതി കൂട്ടി ഇങ്ങനെ വെക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തൂടെ എന്ന് നമ്മുടെ ഉപബോധ മനസ്സ് തന്നെ വിചാരിക്കും. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് മടിയാണ് എന്നാണ് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നതെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എനിക്കും മടി തന്നെയാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്താൽ കുറച്ച് സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കാലോ എന്ന് ഞാൻ തന്നെ വിചാരിച്ചത് കൊണ്ട് മാത്രം ഇതൊക്കെ ചെയ്യുന്നതാണേ. അപ്പം ശരി, ബൈ.